തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം. എന്താ വിവേക്, ഇങ്ങനെ തളർന്നു പോവല്ലേ? അതല്ല, ചെയ്തത് ശരിയാണോ തെറ്റാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥ എനിക്കിപ്പോ. സഹോദരനെ പോലെ കണ്ടയാള് ഇപ്പൊ എനിക്ക് ശത്രുവായി. അങ്ങനെയൊന്നും കരുതണ്ട. ഇതെല്ലാം ചില തെറ്റിദ്ധാരണകളുടെ പുറത്തുണ്ടായ കാര്യങ്ങളാ. അതിലറിഞ്ഞോ അറിയാതെയോ വിവേക് ഒരു ഭാഗമായിന്ന് കരുതിയാ മതി. ജീവിതം എന്നും എന്നോട് ഇങ്ങനെയായിരുന്നു. ഞാൻ ചെയ്ത കുറ്റം കൊണ്ടാണോ ഞാൻ അനാഥനായത്? ഞാൻ ചെയ്ത കുറ്റം കൊണ്ടാണോ ഈ സമൂഹത്തില് ഞാൻ അപഹസിക്കപ്പെട്ടത്? ഇന്നുവരെ എന്നെ സ്നേഹിക്കുന്നവർക്ക് നല്ലത് വരണം എന്ന് മാത്രം ഓർത്ത് ഞാൻ ചെയ്ത നല്ല കാര്യങ്ങൾ പലപ്പോഴും എന്റെ നേരെയുള്ള ചോദ്യങ്ങളായി വന്നിട്ടുള്ളൂ. അതെല്ലാം ഞാൻ സഹിച്ചു. പക്ഷെ ഇത് എന്റെ മുന്നിൽ നിന്ന് കരഞ്ഞ കൃഷ്ണേട്ടന്റെ ആ വാക്കുകൾ കേൾക്കാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. എനിക്ക് ശരി തെറ്റുകൾ ചിന്തിക്കാനോ അതിനുള്ള വരും വരായികൾ ഓർത്തെടുക്കാനുള്ള സമയം എന്റെ മുന്നിൽ ഉണ്ടായിരുന്നില്ല. അനക്കെ ഭാര്യയുടെ അവസാനാഗ്രഹം പറഞ്ഞ് കരയുന്ന ആ മനുഷ്യൻ അയാളുടെ സ്വന്തം മകന്റെ വിവാഹം മുടങ്ങരുതെന്ന് കരഞ്ഞു പറഞ്ഞപ്പോ അതിന് കൂട്ടു നിൽക്കാനേ എനിക്കപ്പോ കഴിഞ്ഞുള്ളൂ. വിവേക് കാണിച്ച മനസ്സിന്റെ നേരെല്ലാവരെയും ബോധ്യപ്പെടുത്താൻ വളരെ ബുദ്ധിമുട്ടാ. ഇതിന്റെ എല്ലാം പിന്നിൽ കൃഷ്ണേട്ടനാ. അങ്ങനെ തീർത്തും കുറ്റപ്പെടുത്താൻ അനക്കെ. കല്യാണം നടക്കട്ടെ എന്നുള്ള ഒരു സദുദ്ദേശം കൃഷ്ണേട്ടനുണ്ടായിരുന്നു. അത് ശരിയാണെന്ന് തോന്നിയപ്പോഴാണ് ഞാനും കൂട്ടുന്നത്. എന്ത് ന്യായം പറഞ്ഞാലും മരണവിവരം അറിയായിരുന്നെങ്കിൽ അത് അഭിയേട്ടനോടെങ്കിലും പറയായിരുന്നു വിവേകേട്ടന്. കാര്യം മരിച്ചു കിടക്കുന്നത് അഭിയേട്ടന്റെ അമ്മയാ. പറഞ്ഞാൽ കല്യാണം നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരു ദുരന്തത്തിന് മുകളിൽ വേറൊരു ദുരന്തമാവില്ലേ? ഇതിലെല്ലാം ഒരു ന്യായമുണ്ടെന്ന് സ്വാഭാവികമായിട്ട് നമുക്ക് വാദിക്കാം. അതിനപ്പുറം ഒരു മരണം മറച്ചു വെച്ചാ അത് തെറ്റ് തന്നെയല്ലേ? പറ്റിപ്പോയി, സംഭവിച്ചു പോയി. കൃഷ്ണേട്ടൻ പറഞ്ഞപ്പോ അതാണ് ശരിയെന്ന് എനിക്കും തോന്നിപ്പോയി. അത് തെറ്റാണെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കാം. അത് ക്ഷമ പറഞ്ഞ് കാല് പിടിക്കാം. അതീ കൂടുതൽ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക? വിവേകെ, തൽക്കാലം ഒന്നും ചെയ്യണ്ട. എനിക്ക് മനസ്സിലായി വിവേകിന്റെ സത്യസന്ധത. അത് മറ്റുള്ളവർ മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുത്തെന്ന് വരും. അതുവരെ ക്ഷമിച്ച് കാത്തിരിക്കാം. എത്രയും പെട്ടെന്ന് അഭിയേട്ടന്റെ വീട്ടിലെത്തണം. അത് മാത്രമാ പ്രധാനം. എനിക്ക് വരണമെന്നുണ്ട്. എനിക്ക് അവസാനമായിട്ട് അഭിയേട്ടന്റെ അമ്മയൊന്ന് കാണണമെന്നുണ്ട്. അതൊരിക്കലും നടക്കില്ല വിവേകെ. ഇനിയും അഭിയേട്ടൻ വിവേകിനെ ആ വീട്ടിലേക്ക് കയറ്റില്ല. എനിക്കറിയാം, പ്രതീക്ഷയില്ല. എന്നാലും ഒന്ന് പറഞ്ഞു നോക്കാനൊക്കെ. മരണമല്ലേ, അതൊരു അവസാന യാത്രയല്ലേ? യാത്ര അയക്കാൻ കൂടെ നിൽക്കുന്നത് ഒരു പുണ്യമല്ലേ?
അമൃതേച്ചി, വിവേകിന് ആന്റി അവസാനമായിട്ടൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അഭേട്ട സമ്മതിക്കോ? സമ്മതിക്കോന്നറിയില്ല. വിവേക് തെറ്റുകാരനല്ല അമൃതേച്ചി. എല്ലാം കൃഷ്ണേട്ടന്റെ ചതിയായിരുന്നു. ആര് ചതിച്ചതായാലും വലിയ തെറ്റാ ചെയ്ത്. എന്തായാലും വിവേകം കൂടെ അറിഞ്ഞോണ്ടായിരുന്നല്ലോ. കൃഷ്ണേട്ടന്റെ തീരുമാനം വിവേക് അംഗീകരിച്ചൊന്നുമല്ല, വിവേകിനെ കൊണ്ട് അനുസരിപ്പിച്ചതാ. അങ്ങനെ കൂട്ടു നിൽക്കേണ്ടി വന്നതില് ഒരുപാട് സങ്കടമുണ്ട് വിവേകിന്. അഭേട്ടനോട് മാപ്പ് പറയാനും വിവേക് തയ്യാറാ. ഒന്ന് ക്ഷമിച്ച് ബോഡി കാണാനെങ്കിലും അനുവദിച്ചൂടെ? ഞാനല്ലല്ലോ അനുവദിക്കേണ്ടത്. അമൃതേച്ചിക്കൊന്ന് പറഞ്ഞ് സമ്മതിപ്പിച്ചൂടെ? ചേച്ചിയോടല്ലാതെ ഞാൻ വേറെ ആരോടാ പറയാ? ചേച്ചി പ്ലീസ്. അഭി, എപ്പോഴാ എടുക്കുന്ന? അമ്മയുടെ ഒരു ചെറിയ വന്നോണ്ടിരിക്കുക. അമ്മയെ കാണാൻ വേണ്ടി വരുന്നതല്ലേ, കണ്ടിട്ട് എടുക്കാന്ന് വെച്ചു. അതല്ലേ എൻ്റെ ഒരു മര്യാദ. അത് തന്നെയാ ഭേട്ട മര്യാദ. അവസാനമായിട്ടൊന്ന് കാണണമെന്ന് തോന്നുന്നത് ശത്രുവിനാണെങ്കിൽ പോലും അത് സാധിച്ചു കൊടുക്കണം. അമ്മയൊന്ന് കാണണമെന്ന് വിവേക് ആഗ്രഹം പറഞ്ഞു. അത് വേണ്ട. എൻ്റെ അച്ഛനും ആ അനന്തകൃഷ്ണനും വിവേകും എൻ്റെ അമ്മയെ കാണാൻ ഞാൻ സമ്മതിക്കില്ല. അവരെ കണ്ട എൻ്റെ അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടില്ല. വിവേക് അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അത് വെറുതെ പറയാന്നേ ഉള്ളൂ. വിവേക് എന്നോട് മറച്ചു വെച്ചത് എൻ്റെ അമ്മയുടെ മരണമാണ്. എന്റെ വിവാഹം നടന്നില്ലെങ്കിലും അവന്റെ വിവാഹം നടക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനൊന്നുമില്ല. ഇക്കാര്യത്തില് ഇനിയൊരു സംസാരം വേണ്ട. ആ മനസ്സ് ഒരുപാട് നൊന്നിട്ടുണ്ട്. നഷ്ടപ്പെട്ടത് അഭിക്കല്ലേ? പല ബന്ധങ്ങളും ഇവിടെ അവസാനിക്കുന്നു ചേച്ചി. അതിന്റെ തുടക്കം ഇത്. പിന്നല്ലാതെ മൂന്നാമത്തെ തവണയാ അമൃതേച്ചിയുടെ വിവാഹം മുടങ്ങുന്നത്. അമൃതേച്ചിയുടെ മാത്രമല്ല, അനഘേച്ചിയുടെയും വിവേകേട്ടന്റെയും വിവാഹവും മുടങ്ങിയില്ലേ? നമുക്കും കൂടി അവർക്കൊപ്പം പോയി കാര്യങ്ങളൊക്കെ ഒന്ന് അറിയായിരുന്നില്ലേ? എന്തറിയാ, വീട്ടിൽ തന്നെ കാത്തിരിക്കാനല്ലേ അച്ഛൻ പറഞ്ഞ്. ശരിക്കും അവരിപ്പോ ഫോണിൽ പറഞ്ഞതുപോലെ മരിച്ചതിന് ശേഷമായിരിക്കോ വെന്റിലേറ്ററിൽ വെച്ചത്? ആ, എനിക്കറിയില്ല. പിന്നെ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇല്ലീഗലാ. മോളെ, ഇതാര് രാമേട്ടനോ? കുറെ നാളായാലോ ഈ വഴിക്ക് കണ്ടിട്ട്. വല്ല കത്തോ കാർഡോ രജിസ്റ്റേർഡോ വേണ്ട മക്കളെ. ഇപ്പൊ വന്നത് ഈ രജിസ്റ്റേർഡ് തരാന്. ആതിരമൊക്കെയുള്ളതാ. ഒപ്പിട്ടുള്ളൂ. പോസ്റ്റിംഗ് ഓർഡറാ, അത് ഹോം സ്റ്റേഷനിൽ നിന്ന്. അപ്പൊ ആഗ്രഹം നടന്നല്ലോ. നിങ്ങൾ നന്നാവും മക്കളെ. നിങ്ങൾ ദൈവാധീനമുള്ളവരാ. ഇനി നോയിക്കോ, ആരാധ്യമോളുടെ പോസ്റ്റിംഗ് ലെറ്ററും ഈ ഞാൻ കൊണ്ടുതരും. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ആരാധി, ഇപ്പൊ തന്നെ ഇത് അമൃതേച്ച് വിളിച്ച് പറയാ. ഇപ്പൊ വേണ്ട, അവരുടെ സാഹചര്യം അറിഞ്ഞ് പെരുമാറണം. വന്നിട്ട് പറയാം. തൽക്കാലം എന്റെ ആദ്രമോൾക്ക് എന്റെ വക ഒരു ചക്കര ഉമ്മ.
കണ്ടില്ലേ? ഒന്ന് കാണണമെന്നുണ്ട്. അവസാനമായി അവളുടെ മുഖം പേടിയാ. മോനെ പേടിച്ചകത്തേക്ക് പോയില്ല. എന്റെ കൂടെ വാ. വേണ്ട, അവൻ എന്നെ ഇറക്കി വിട്ടാലോ? ഞാൻ പറയാം അഭിയോട്. താൻ വാ. കൃഷ്ണ, ഞാനല്ലേ വിളിക്കുന്നത്. വാ വാ, പാടോ. മോനെ, അമ്മയൊന്ന് കാണാൻ അച്ഛനെ അനുവദിക്കണം. നിന്റെ അമ്മയാവുന്നതിന് മുന്നേ ഭാരതി കൃഷ്ണന്റെ ഭാര്യ. കാണാനുള്ള അവകാശം നിഷേധിക്കരുത്. എന്റെ അമ്മ ജീവിച്ചിരുന്നപ്പോ കാണാനും സംരക്ഷിക്കാനും ഒന്നും ഇയാൾക്ക് കഴിഞ്ഞിട്ടില്ല. മരിച്ചു കഴിഞ്ഞ് എന്റെ അമ്മയുടെ ചേതനേറ്റ ശരീരത്തിനോട് പോലും ഇയാൾ ഒരു നീതിയും കാണിച്ചില്ല. അതുകൊണ്ട് ഇയാൾ ഇനി എന്റെ അമ്മയെ കാണണ്ട. മോനെ, ഞാൻ അധിക സമയം നിന്ന് ശല്യമാവുന്നില്ല. ആ മുഖം ഒന്ന് കണ്ടിട്ട് ഉടനെ പൊയ്ക്കോളാം. മോൻ മറ്റൊന്നും പറയരുത്. കൃഷ്ണന്റെ ഈ ഒരു ആഗ്രഹം സാധിച്ചു കൊടുത്തേ പറ്റൂ. എല്ലാം അറിഞ്ഞിട്ടും അങ്കിളും ദേ, മോനെ തടസ്സം പറയാൻ പാടില്ല. ഇതെന്റെ തീരുമാനമാണ്. ഭാരതിയെ കാണാതെ കൃഷ്ണൻ ഇവിടുന്ന് ഇറങ്ങിയാൽ മോനെ നോവുന്നത് എന്റെ കൂടെ മനസ്സാ. കൃഷ്ണ, ചെല്ലടോ. വേണ്ട. മോളെ, എന്റെ അമ്മയെ നിങ്ങൾ കാണണ്ട. മോളെ, വേണ്ട, നിങ്ങൾ കാണണ്ട. മോളെ വിടുക. കാണണ്ടേട്ടാ, എനിക്ക് ഈ മുഖം കാണണ്ട. ഏട്ട വെറുക്കുമ്പോഴും ഞാൻ ഒരുപാട് സ്നേഹിച്ചതാ ഈ മനുഷ്യനെ. എനിക്ക് അച്ഛനുണ്ടെന്ന് അഭിമാനിച്ചതാ. പോകാൻ പറയേട്ടാ. പോകാൻ പറയേട്ടാ. പറയാം. മോളെ, നീ കാര്യമൊന്ന് മനസ്സിലാക്ക. എനിക്കൊന്നും മനസ്സിലാക്കണ്ട. അകത്ത് കിടക്കുന്നതേ എന്റെ അമ്മയാ. എനിക്ക് ആരാ ഉള്ളത്? എനിക്ക് ഏട്ടൻ മാത്രം മതി. അയാൾ എന്റെ അമ്മയെ കാണണ്ട. ഒന്നിറങ്ങി പോകുന്നുണ്ടോ? ഞങ്ങൾക്ക് വേണ്ട ഇങ്ങനെ ഒരു അച്ഛനെ. മക്കൾക്ക് മുന്നിൽ അധികം പറ്റായി ഞാനിനി ഉണ്ടാവില്ല.
മറച്ചു വെച്ച ചതിയനാ നിങ്ങള്. കൃഷ്ണേട്ടാ, ഓരോ കാലത്തും നമ്മൾ ഓരോ പ്രതിസന്ധികളിലൂടെ കടന്നു പോകും. അതെല്ലാം അതിജീവിച്ചല്ലേ പറ്റൂ. ജീവിതം ഇനിയും ബാക്കി കിടക്കല്ലേ? അതിജീവിക്കാൻ ഇനി ആയുസ് വേണ്ടെന്ന് വെച്ചാലോ? അങ്ങ് അവസാനിപ്പിച്ചാലോ പവിത്ര ഈ ജന്മം? എന്റെ പൊന്നു കൃഷ്ണേട്ടാ, ഒന്ന് വിഡ്ഢിത്തരം പറയാൻ മിണ്ടായിരിക്കാൻ പറ്റുമോ? ഈ അവസ്ഥയും കടന്നു പോകും. അല്ല, കമോള് പറഞ്ഞത് ഒരു കണക്കിന് ശരിയാ. ഞാനൊരു ദുരന്ത. ചെല്ലുന്നിടത്തെല്ലാം നാശമാണ്. ഇപ്പോ ഒരു മനസ്സായി നടന്ന അഭിമന്യും വിവേകം തമ്മിൽ വഴക്കായില്ലേ? എല്ലാത്തിനും കാരണം ഞാൻ പറഞ്ഞിട്ടാ എല്ലാറ്റിനും ഇവൻ എന്റെ കൂടെ നിന്നത്. എന്നോട് ക്ഷമിക്കണം മോനെ. ഞാൻ നിന്റെ ജീവിതവും ഇല്ലാതാക്കി. ഏയ്, എന്താ കൃഷ്ണേട്ടാ ഇത്? കൃഷ്ണേട്ടൻ പറഞ്ഞത് ശരിയാണെന്ന് തോന്നിയതുകൊണ്ടല്ലേ ഞാനും കൂട്ടുന്നത്. ഇനി എന്ത് വന്നാലും നമുക്ക് സഹിക്കാം. ഇല്ല മോനെ, ഇനി സഹിച്ചു നിൽക്കാൻ പറ്റില്ല എനിക്ക്. അഭിമന്യുവിന് പണ്ടേ എന്നോട് വെറുപ്പായിരുന്നു. ഇപ്പൊ മോൾക്കും എന്നോട് ദേഷ്യം. പിന്നെ എന്റെ ഭാരതി അവൾ പോവുകയും ചെയ്തു. ഇനി ആർക്കു വേണ്ടിയാ ഞാനിവിടെ സഹിച്ചു നിൽക്കുന്നത്? പോണം, ഇവിടെ വിട്ടു പോണം. എങ്ങോട്ട്? അതൊന്നും ഞാൻ നിശ്ചയിച്ചിട്ടില്ല. ഇവിടെ നിന്നാൽ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരും. അതിനേക്കാൾ നല്ലത് എങ്ങോട്ടെന്നില്ലാത്ത ഒരു യാത്രയാണ്. പിന്നെ ഒന്നും കാണുകയോ കേൾക്കുകയോ വേണ്ടല്ലോ. മുന്നിൽ കാണുന്നത് അത് മാത്രമാണ് ജീവിതമെന്ന് വിചാരിച്ച് ജീവിച്ച് തീർത്താൽ മതിയല്ലോ. കൃഷ്ണേട്ടാ, അത്തരം തീരുമാനങ്ങളൊന്നും വേണ്ട കൃഷ്ണേട്ടാ. എല്ലാവരും കൃഷ്ണേട്ടന്റെ നല്ല മനസ്സ് തിരിച്ചറിയുന്ന ഒരു ദിവസം ഉണ്ടാവും. അങ്ങനെ ഒരു ദിവസം ഉണ്ടായാൽ മടങ്ങി വരും ഞാൻ. ആയുസ്സും ആരോഗ്യം ഉണ്ടെങ്കിൽ. തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം.